പരാതി ഉന്നയിച്ച യുവതി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾക്ക് തൽക്കാലം അവരുടെ പേര് പറയുന്നില്ല. താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഡോക്ടർ നിരാകരിക്കുകയാണ്. പണം തട്ടിയെടുക്കാൻ 15 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ്, വളരെ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടത്തുന്നു, അതിനപ്പുറം മെഡിക്കൽ നെഗ്ലിജൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല എന്നതാണ് പറയുന്നത്. എന്താണ് മറുപടി? ഞാൻ എന്റെ സർജറി കഴിഞ്ഞിട്ട് ഒരു 6-7 മാസത്തോളം ഈ ഡോക്ടറുടെ ക്ലിനിക്കിലെ നമ്പറിൽ ഡോക്ടർ സ്റ്റാഫിനോടും ഡോക്ടറോടും മാറി മാറി സംസാരിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേദനയുണ്ട്, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എന്റെ മൂക്കിൽ ബാഡ് സ്മെല്ലുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് ഞാൻ അവസാനം പറഞ്ഞ വോയിസ് ഇവർ കംപ്ലീറ്റ് കേൾക്കാതെ എന്നോട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ക്ലിനിക്കിലേക്ക് ഡോക്ടർ വരാൻ പറഞ്ഞു. എന്റെ വോയിസ് കേൾക്കാതെ ഇവരെങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ തരും? അപ്പൊ ഈ ഡോക്ടർ ഇത്രയും ഇരുന്ന് ഡോക്ടർ സംസാരിക്കുന്നുണ്ടല്ലോ, ഡോക്ടറെ ക്ലിനിക്കിലെ മെസ്സേജ് ഡോക്ടർ ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നതിന് ബാക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കാൻ പറ. ഞാൻ പേഷ്യന്റിനുള്ളിൽ 6 മാസം അത് കഴിഞ്ഞ് ഈ ഡോക്ടറോട് ഞാൻ ചോദിക്കുന്നു, എന്റെ ഓപ്പറേഷൻ നോട്ട്സ് തരൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 മാസത്തോളം വീണ്ടും ഇവരെ ക്ലിനിക്കിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. കാരണം എന്റെ കയ്യിൽ ആകെ ഒരു ചെറിയ ചീട്ട് മാത്രമേ ഉള്ളൂ. ഇവരെ റെക്കോർഡ്സ് ഒന്നും ഇവരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാറില്ല എന്നാണ് ഇവരെ ക്ലിനിക്കിൽ നിന്ന് സ്റ്റാഫ് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്ത് ക്ലിനിക്കാണ് അപ്പൊ അവരവിടെ നടത്തുന്നത്? ഒരു റെക്കോർഡ്സ് ഇവരുടെ ക്ലിനിക്കിൽ സൂക്ഷിക്കാറില്ലാന്ന്. ഇത്രയും വലിയൊരു സർജറി, ഒരു ബ്ലഡ് ബാങ്ക് പോലും വേണ്ടിയിരുന്ന ഒരു സർജറിക്ക്, ഇത്രയും മേജർ ഒരു സർജറിക്ക് ബ്ലഡ് ബാങ്കിന്റെ സൗകര്യം ഒന്നുമില്ലാണ്ട് ഒരു ക്ലിനിക്കില് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ആ ബെഡ് എണീറ്റിരുന്നു എന്റെ സർജറി. ഡോക്ടറോട് തന്നെ ചോദിക്കാം, ഡോക്ടർ ശരിയാണോ ഇത്? ശുദ്ധ തെറ്റാണ്, ശുദ്ധ അസംബന്ധമാണ്. ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ സെന്ററിൽ നിന്ന് നിർബന്ധമായിട്ടും അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഇവർ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇവർ വീണ്ടും ഡിസംബറിൽ എന്നോട് പിന്നെ സാർ ഞാനൊരു കാര്യം ചോദിക്കാം സാറേ, ഞാൻ പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഒരു കേസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സെന്ററിൽ വന്ന് അന്വേഷിക്കും. നിങ്ങൾ എന്റെ സെന്ററിൽ വന്ന് നോക്കൂ. നിങ്ങൾ നോക്കണം. ഒരു സൈഡ് മാത്രം കേട്ടെ സർ, ഒരു സർജറി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായിട്ടും കേസ് റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടാവും. ഇവർ രണ്ടാമത് കേസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടപ്പോഴും ഞാൻ ആക്ച്വലി വിദേശത്തായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചു വന്നു. കാരണം രണ്ടാമത് കേസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കേസ് റിപ്പോർട്ടിൽ ഡോക്ടറുടെ സീനും സൈലും വേണം. അപ്പോൾ രണ്ടാമത് ഇവർ ചോദിച്ചത് ഡിസംബർ മാസം അവസാനമാണ്. ആ സമയത്ത് ഞാൻ വിദേശത്ത് എന്റെ മക്കളെയും കൂടെ ഞാനൊരു യാത്ര പോയിരിക്കുകയാണ്. തിരിച്ചു വന്ന് ജനുവരി 4-ാം തീയതി വന്നു. ജനുവരി 5-ാം തീയതി ഇവർക്ക് രണ്ടാമത്തെ കോപ്പി ഞാൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ എന്റെ കയ്യിൽ റെക്കോർഡ്സ് ഇല്ല എന്നുള്ളത് അവരെങ്ങനെ പറയാ? എന്റെ കയ്യിലുള്ള ഓരോ പേഷ്യന്റ് ചെയ്യുന്നതിന്റെയും റെക്കോർഡ്സ് ഉണ്ട്, ഓരോ പേഷ്യന്റെയും കൺസെന്റ് ഫോം ഉണ്ട്. ഇതൊക്കെ ചെയ്യാതെ ഒരു സർജറി ഇവിടെ നടത്താൻ പറ്റില്ല. കാരണം ഈ കൊച്ചു കേരളത്തിൽ ഇതൊക്കെ വളരെ വൾണറബിൾ ആണ്. ഇതൊക്കെ പ്രോട്ടോകോൾ ഫോളോ ചെയ്യാതെ ഇതൊന്നും നടത്താൻ പറ്റില്ല. നിങ്ങളെ ക്ലിനിക്കിൽ നിന്ന് നിങ്ങളൊരു സ്റ്റാഫാണ് പറഞ്ഞിരിക്കുന്നത് ഇതിടെ ഒന്നും അസംബന്ധമാണ് പറയുന്നത്. പിന്നെ ഈ പറയുന്നു 6 മാസം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഹസ്നയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 6 മാസം എന്തുകൊണ്ട് എന്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നില്ല? 2 പ്രാവശ്യം വന്നു. താങ്കളുടെ അടുത്ത് 2 പ്രാവശ്യം വയനാട് 2 പ്രാവശ്യം എപ്പോ വന്നു? സർജറി ചെയ്തിട്ടുള്ള 1 മാസത്തിലല്ലേ വന്നത്? 2 പ്രാവശ്യം താങ്കളുടെ ക്ലിനിക്കിൽ ഞാൻ വിസിറ്റ് ചെയ്യുന്നു. താങ്കളോട് ഞാൻ പറയുന്നു എനിക്ക് ഈ 2 പ്രാവശ്യം ഞാൻ പറയാം. ഒന്ന് 4-ാമത്തെ ദിവസം, സർജറി ചെയ്തിട്ടുള്ള 4-ാമത്തെ ദിവസവും സർജറി ചെയ്തിട്ടുള്ള 1-ാം മാസമാണ് വന്നിരിക്കുന്നത്. ബാക്കി നിങ്ങൾ പറയുന്ന 6 മാസം എവിടെ പോയി? എവിടെ 6 മാസം നിങ്ങൾ എവിടെ പോയി? നിങ്ങൾ എവിടെ 6 മാസം പോയി? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 3 പേരെ കൊട്ടേഷൻ അയച്ചു? എന്തിന് എന്റെ അടുത്ത് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു? എന്തുകൊണ്ട് എന്റെ അടുത്ത് 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു? എന്തുകൊണ്ട് എന്നെ ഒരു തവണ പോലും നേരിട്ട് വന്ന് കണ്ടില്ല? ഞാൻ തെളിവ് ഹാജരാക്കി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഹസ്ബൻഡിന്റെ സുഹൃത്തുക്കൾക്കെതിരെ താങ്കൾ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ പെരുമ്പാവൂരുകാരനായ ഒരു വ്യക്തി, നല്ല അറിയപ്പെടുന്ന കൊട്ടേഷൻകാരനാണ്. താങ്കൾ എന്റെ അടുത്ത് തെളിവുണ്ട് മിസ്റ്റർ, എന്റെ അടുത്ത് തെളിവുണ്ട്. എന്റെ അടുത്തും തെളിവുണ്ട് മാഡം, എന്റെ അടുത്ത് തെളിവുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. FIR ഇട്ട്. എന്നിട്ട് ആ കേസ് ഇപ്പൊ എന്തായി? താങ്കൾ ഹാജരാക്കൂ. കേസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ തെളിയിക്കാം. ജനറൽ അനസ്തേഷ്യ തന്ന് വേദനയില്ലാതെ സർജറി ചെയ്യാനുള്ള പിന്നെ കീഹോൾ സർജറി ചെയ്യാനാ താങ്കൾ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ആ ബെഡിൽ പച്ചയ്ക്ക് നിങ്ങൾ മുറിച്ച ഇഞ്ചക്ഷൻ മയങ്ങിയോന്ന് പോലും നോക്കാതെ എന്ത് പച്ചയ്ക്ക്? ഞാൻ ചോദിക്കട്ടെ, 3 മണിക്കൂർ സർജറി എടുത്തു.
പല പ്രാവശ്യം ഞാൻ ആ ബെഡിൽ നിന്ന് എണീറ്റിരുന്നു. ഞാൻ കോൺഷ്യസ് ആയി. എന്റെ കൂടെ പുറത്ത് എന്റെ കൂടെ വന്ന ബൈസ്റ്റാൻഡർ റൂമിലേക്ക് കയറി വന്ന് എന്നെ സമാധാനിപ്പിച്ചു. നിങ്ങൾ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധമായ കള്ളത്തരമാണ്. ഞാൻ പറയട്ടെ, ഒരു സർജറി ഇവിടെ നിങ്ങൾ വന്ന് എന്റെ കേസ് റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷം മിനിമം 100 പേർക്കെങ്കിലും നമ്മൾ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്യുന്നുണ്ട്. അതിൽ 90% പേരുടെയും ലോക്കൽ അനസ്തീഷ്യ മുഖാന്തരമാണ് റൈനോപ്ലാസ്റ്റി ചെയ്യുന്നത്. അതിൽ ഇന്ത്യയിൽ ലോക്കൽ അനസ്തീഷ്യ റൈനോപ്ലാസ്റ്റി ചെയ്യുന്ന വളരെ ചുരുക്കം സർജന്മാരിൽ ഒരു വ്യക്തി ഞാനാണ്. അതൊരു അസറ്റാണ്. ജനങ്ങൾക്ക് 2.5 ലക്ഷം 3 ലക്ഷം രൂപ സർജറി കോസ്റ്റ് വരുന്നിടത്ത് വെറും 1.5 ലക്ഷം രൂപയിൽ താഴെ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്ത് കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണ്. എത്ര ആയിരം ജനങ്ങൾ അതുകൊണ്ട് ഗുണം ചെയ്യപ്പെടുന്നു. നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ക്ലിനിക്കിൽ 300 പേരെ നിങ്ങൾ ചെയ്തു. 2 പേരുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ ബിഫോർ ഫോട്ടോ നിങ്ങളുടെ പേജിൽ ഷെയർ ചെയ്യാവോ? ഞാൻ ഒരു കാരണവശാലും എന്റെ ഫോട്ടോസ് വെളിയിലിടില്ല. അതിലൊരു പേഷ്യന്റ് ക്രെഡിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഹസ്നയുടെ ഇടാം. ഹസ്നയുടെ ഫോട്ടോ ഞാൻ ഇടാം. ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്തു. താങ്കളുടെ ഹസ്നയുടെ ഫോട്ടോ ഞാൻ ഇടാം. ഞാൻ ഒരു പേഷ്യന്റിന്റെ പോലും ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇടുന്നില്ല. ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടാവില്ല, ഡോക്ടർ ക്ലിനിക് ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നു, ഒരു പേഷ്യന്റിന്റെ പോലും ഞാൻ ഇതുവരെയായിട്ട് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ എക്സിബിറ്റ് ചെയ്യാറില്ല. ഒരുപാട് സിനിമാ വ്യക്തികൾ, ഒരുപാട് സെലിബ്രിറ്റികൾ, ഒരുപാട് സാധാരണക്കാർ, എല്ലാവരുടെ മുഖത്തിനും ഒരു വാല്യൂ ഉണ്ട്. അവരുടെ ഫോട്ടോ ഫ്രീ ആൻഡ് പോസ്റ്റ് ഞാൻ ഒരിക്കലും ഇടാറില്ല. താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾക്കും അതുപോലെ സംഭവിച്ചു. ഇതാണ് അവസ്ഥ. മുഖമൊക്കെ പഴുത്ത്. ഞാനൊരു കാര്യം എന്താണ് എന്തെങ്കിലും നിങ്ങളുടെ ഉദ്ദേശം നടന്നില്ല. 15 ലക്ഷം രൂപ ആവശ്യം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സ്റ്റിച്ചിട്ടത് അല്ലേ? എന്ത് ഡെന്റിസ്റ്റ് ഞാനിവിടെ പറയുന്നില്ല. അന്വേഷണം നടക്കാൻ ആ പേര് ഞാൻ പറയുന്നില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എനിക്ക് സ്റ്റിച്ച് ഇട്ടത് ഡെന്റിസ്റ്റ് അല്ലേ? അപ്പൊ എന്ത് നിയമപരമായിട്ടുള്ള സർജറീസ് ആണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ഇതേപോലത്തെ ലൈപ്പോസെക്ഷൻ, വജൈനോപ്ലാസ്റ്റി, ഇതൊക്കെ ചെയ്യാൻ ഡോക്ടർക്ക് എന്ത് റൈറ്റ്സ് ഉള്ളത്? ഡോക്ടർ ഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, ഡോക്ടർ ലോകത്തെ നമ്പർ 1 ഡോക്ടർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പറയുന്നത് എന്ത് കള്ളത്തരമാണ് പറയുന്നത്? എന്റെ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് എനിക്ക് നഴ്സിംഗ് സ്റ്റാഫാണ്. താങ്കൾ ഞാൻ എന്റെ വേദനയായിട്ട് ഒരു തുള്ളി കണ്ണ് ഞാൻ അടച്ചിട്ടില്ല എന്റെ സർജറിയിൽ. ഡോക്ടർക്ക് അതറിയാം. നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. മെഡിക്കൽ ബോർഡിലോട്ട് വരാം. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും കള്ളം പറയാറില്ല. ഹസ്ന ചെയ്യാം. അതായത് എന്റെ അടുത്തുനിന്ന് 15 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, കിട്ടിയില്ല. അതുകൊണ്ട് FIR ഇട്ടു. ആ FIR-നെതിരെ നിങ്ങൾ പ്രതികരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡയാണ് ഒരു ഡോക്ടറെ നശിപ്പിക്കാനുള്ളത്. അപ്പൊ താങ്കൾ അത് പറഞ്ഞു ജയിക്കൂ. താങ്കൾക്ക് ഇപ്പൊ ആകെ പറയാനുള്ള ഒരു റീസൺ ആണ് അതുള്ളത്. അല്ല, ഞാൻ പറയുന്നു, ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും മെഡിക്കൽ ബോർഡ് വിളിക്കണം. മെഡിക്കൽ ബോർഡിൽ ഈ കേസ് വെക്കണം. താങ്കൾക്ക് പറയാനുള്ള ഒരു കഥയാണത്. അതെങ്കിലും പറഞ്ഞ് നിങ്ങൾ സ്വന്തം സമാധാനം. മെഡിക്കൽ ബോർഡിൽ കേസ് വെക്കണം. എനിക്ക് തെളിയിക്കണം എന്റെ കയ്യിൽ നിന്ന് മെഡിക്കൽ നെഗ്ലിജൻസ്. നിങ്ങൾ രണ്ടുപേരുടെയും വാദം കേൾക്കുന്നു. നിങ്ങൾ ദയവായി രണ്ടുപേരും ഒന്ന് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.